Next section 7, the method of undeterminate coefficients. Okay. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. എന്താ പറഞ്ഞത്, നമ്മുടെ നോൺ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി അവിടം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഓഫ് ടി ഈസ് ഈക്വൽ ടു yc ഓഫ് ടി പ്ലസ് yp ഓഫ് ടി എന്ന് പറയുന്നത് അല്ലേ. എന്താ പറഞ്ഞത്, y ഓഫ് ടി നമ്മളൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ എഴുതിയായിരുന്നു അല്ലേ, y ഈസ് ഈക്വൽ ടു yc പ്ലസ് yp എന്നിട്ടായിരുന്നു. നമ്മളവിടെ വേരിയബിൾ കൂടി ചേർത്ത് y ഓഫ് ടി ഈസ് ഈക്വൽ ടു yc ഓഫ് ടി പ്ലസ് yp ഓഫ് ടി എന്ന് എഴുതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഈ yc എന്ന് പറയുന്നത് എന്തായിരുന്നു, കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ ആയിരിക്കുന്നു. അതേമാതിരി തന്നെ yp എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടായിരുന്നത്, yc എന്ന് പറയുന്നത് ഈസ് എ കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ ആൻഡ് yp എന്ന് പറയുന്നത് ഇസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് yc എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റൂലേ. എങ്ങനെ കണ്ടുപിടിക്കാറ് നമ്മൾ, അതായത് തന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതും, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നതിനെയാണ് നമ്മൾ yc എന്ന് പറഞ്ഞിട്ട് എഴുതാറ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നത് നമുക്ക് yp എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ അറിയാറില്ല അല്ലേ. അപ്പോൾ yp എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, ഒരു സ്പെസിഫിക് സൊല്യൂഷൻ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത എയിം എന്ന് പറയുന്നത് ഈ yp ഓഫ് ടി എന്ന് പറയുന്ന പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുകയാണ് എന്ന് പറയുന്നത്. ഓക്കെ, yc എന്ന് പറയുന്നത് ഇസ് ദ ജനറൽ സൊല്യൂഷൻ കറസ്പോണ്ടിങ് ടു ദ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് yp ഓഫ് ടി ഇസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഗിവൻ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ പെർട്ടിക്കുലർ സൊല്യൂഷൻ yp ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാം എന്താണ് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിനന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയണ്ടേ. അതായത് നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ വേണം. സോ ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് yp വെൻ നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ ഹാസ് ഓഫ് ദ ഫോം a y plus v plus cy is equal to g of t where a, b, c are constant and g of t is an exponential or a polynomial or a sine or cosine or sum or products of such functions എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് പറയുന്നത് ഇവിടെ, ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈസ് എ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് yp എന്ന് പറയുന്നത്. ഇപ്പോൾ yp കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എങ്ങനത്തെ ഉള്ള ഇക്വേഷന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതുകൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഈസ് ഓഫ് ദ ഫോം ay plus by plus cy is equal to g of t എന്ന് പറയുന്നത്. അതായത് എന്തായിരിക്കണം, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയിരിക്കണം. എന്തായിരിക്കണം, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയിരിക്കണം. അപ്പോൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ഇക്വേഷന് മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഇക്വേഷൻ എഴുതിയതിന് ശേഷം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയണം എ ബി സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്സ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജി ഓഫ് ടി നമ്മൾ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജി ഓഫ് ടി എന്തായിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ജി ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവാം, അതായത് ഇ പവർ ടി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇ പവർ 2t എന്ന് പറയുന്നതോ അല്ലെങ്കിൽ 2e⁻3t എന്ന് പറയുന്നതോ ഇങ്ങനെയുള്ള ഫോമിലായിരിക്കാം. അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ ആയിരിക്കാം. പോളിനോമിയൽ ആയിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, x+2 ആയിരിക്കാം, അല്ലെങ്കിൽ x² ആയിരിക്കാം, അല്ലെങ്കിൽ x³ + 1 ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും x² + 2x + 1 ആയിരിക്കാം. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിനോമിയൽ ആയിരിക്കും എന്ന് പറയാം. അല്ലെങ്കിൽ ജി ഓഫ് ടി സൈനോ കൊസൈനോ ഒക്കെ ആവാം, കൊസൈൻ ഫംഗ്ഷൻസ് ആവാം എന്നാ പറഞ്ഞിരിക്കുന്നത്. സൈനോ കൊസൈൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതായത് ഈ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ എക്സ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം, നമുക്ക് സൈൻ 2x വരാം, അല്ലെങ്കിൽ 3 sin 2x വരാം, അല്ലെങ്കിൽ 4 sin x വരാം. ഇതേമാതിരി തന്നെ സൈനിന് പകരം എന്ത് വരാം, 4 cos x വരാം, cos 2x വരാം, cos² x വരാം, cos³ വരാം. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് വരാം എന്നാ പറയണത്. പിന്നെ പറയണത് എന്താണ്, ഓർ സം ഓർ പ്രൊഡക്ട്സ് ഓഫ് സച്ച് ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് സം ഓർ പ്രൊഡക്റ്റ് ഓഫ് സച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ വരാം e⁻t + sin x എന്ന് പറയുന്നത്, അല്ലെങ്കിൽ e⁻t +
എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻ ടി പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ, അല്ലെങ്കിൽ കോസ് ടി പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ, ഇങ്ങനെയൊക്കെയുള്ള കോസ് ടി ആണ് കോസ് എക്സ് ആണ് എടുത്തെങ്കിൽ എക്സ് സ്ക്വയർ, നമ്മൾ വേരിയബിൾ ടി ആണ് എടുക്കണമെങ്കിൽ ടി സ്ക്വയർ കേട്ടോ. അപ്പോൾ ആ ഒരു ഫോമിലൊക്കെ വരുമ്പോഴാണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ആ ഒരു ഫോമിലാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതണം, ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് is a procedure for finding yp when the non-homogeneous linear differential equation has of the form ay double dash plus by dash plus cy is equal to g of t, where a, b, c are the constant and g of t is an exponential polynomial, a sine or cosine or some more product of such functions എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇതുവരെ എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് ഇടയ്ക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം, ദ ജനറൽ സൊല്യൂഷൻ ഫോർ എ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയണം ജനറൽ സൊല്യൂഷൻ ഫോർ, ഇത് എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു സ്റ്റാൻഡേർഡിൽ എഴുതണം, ദ ജനറൽ സൊല്യൂഷൻ ഫോർ എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം y of t is equal to yc of t plus yp of t എന്ന് എഴുതണം. എന്നാലേ നമുക്കിവിടെ എന്ത് പറയാം, ഫൈൻഡിങ് ദ സൊല്യൂഷൻ yp എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അതായത് yp എവിടുന്ന് പെട്ടെന്ന് വന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ പ്രോപ്പർട്ടി ദാറ്റ് g should satisfy g of t has derivatives of the form similar to g of t itself എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഈ g of t എന്ന് പറയുന്നത്, അതായത് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആയത് എന്തുകൊണ്ടാ, ഈ g of t എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട്, സീറോ അല്ലാത്ത വേറെ ഏതൊക്കെയോ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഈ g of t ന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, g of t should satisfy the derivative of the form similar to g of t itself എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ e പവർ t എടുത്തു വിചാരിച്ചോ, ഇതിന്റെ ഡെറിവേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് തന്നെ വരുള്ളൂ, ഇ പവർ ടി എന്ന് തന്നെ വരിക അല്ലേ. അതേമാതിരി തന്നെ നമ്മൾ നോക്കിക്കേ, നമ്മൾ എടുക്കുകയാണ് എന്തെടുക്കുകയാണ്, ഇ പവർ 2t എന്നാണ് എടുത്തെങ്കിൽ അടുത്ത ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും, 2e പവർ 2t എന്ന് വരും, 2e പവർ 2t എന്ന് വരും. അതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 4e പവർ 2t എന്ന് വരും. അപ്പോൾ എടുക്കുന്ന ഡെറിവേറ്റീവ്സിലൊക്കെ എന്തുണ്ടായിരിക്കും, 4e പവർ 2t എന്ന് പറയുന്ന ഫോമുല ഉണ്ടായിരിക്കും. സോ അതാണ് പറയുന്നത്, അതിൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് സിമിലർ ടു ജി ഓഫ് ടി ഇറ്റ് സെൽഫ് എന്ന് പറയും, സിമിലർ ടു ജി ഓഫ് ടി ഇറ്റ് സെൽഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എത്രയും കാര്യം അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അവിടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് എങ്ങനെയാണ് yp കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് റിക്വയർസ് ദാറ്റ് മേക്ക് എൻ ഇനീഷ്യൽ അസംഷൻ അബൌട്ട് ദ ഫോം ഓഫ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ yp ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റിന് ഒരു കാര്യം ആവശ്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇനീഷ്യൽ അസംഷൻ നടത്തണം. നമ്മുടെ yp ഓഫ് ടി എന്ന് പറയുന്നത് ഏകദേശം ഇതുമാതിരി ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് നമ്മൾ yp ഓഫ് ടി എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇനീഷ്യൽ ആയിട്ട് അസംഷൻ എടുക്കണം. ഈ yp എന്ന് പറയുന്ന സൊല്യൂഷൻ ഈ ഒരു ഫോമിലായിരിക്കും അല്ലെങ്കിൽ ഇന്ന ഒരു ഫോമിലായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ പറയണം. അതായത് yp ഓഫ് ടി എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന മാതിരിയാണ്, അല്ലെങ്കിൽ yp ഓഫ് ടി എന്ന് പറയുന്നത് ഇന്ന ഫോമിലാണെന്ന് നമ്മൾ ഓൾറെഡി പറയണം എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ദ കോഎഫിഷ്യന്റ് ലെറ്റ് അൺസ്പെസിഫൈഡ് എന്ന് പറയുന്നത്, അതായത് ഇന്ന ഫോമിലാണെന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിൻ്റെ കോഎഫിഷ്യൻസ് ഒന്നും പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പെസിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ദ അൺനോൺ കോഎഫിഷ്യന്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ അസ്യൂംഡ് ഫോം ഓഫ് ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ അസംഷൻ yp ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഇന്ന ഫോമിലായിരിക്കും എന്ന് നമ്മളൊരു ഇനീഷ്യൽ അസംഷൻ നടത്തുന്നു. അതിനുശേഷം നമുക്ക് അവിടെ ആ yp ഓഫ് ടിൻ്റെ കോഎഫിഷ്യൻസ് ഒന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം നമുക്ക് അറിയാത്ത കോഎഫിഷ്യന്റ് എന്തെങ്കിലും വാല്യൂസ് ആയിട്ടായിരിക്കും. അതിനുശേഷം ഈ ypന്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ypയും yp ഡാഷും yp ഡബിൾ ഡാഷും ഒക്കെ കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് നമുക്ക് ഈ ആർബിട്രറി കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ദ മെത്തേഡ് കറക്റ്റ്സ് ഇറ്റ് സെൽഫ് in the sense of false choice of yp or one or too few terms will be lead to contradiction എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ നമുക്കിനി അത് അവിടെ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എങ്ങനെയാണ് ഈ ചോയ്സ് ഓഫ് YP എടുക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ YP നമുക്ക് ഏകദേശം ഒരു ധാരണ, ഒരു ഇനീഷ്യൽ അസംഷൻ നമുക്ക് YPനെ സംബന്ധിച്ച് ഒരു ഇനീഷ്യൽ അസംഷൻ നടത്തണം എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഇനീഷ്യൽ അസംഷൻസ് ആണ് നടത്തേണ്ടതെന്ന് പറയാൻ നമുക്ക് കുറച്ച് റൂൾ ഉണ്ട്. അതായത് ഈ ഒരു ഫംഗ്ഷനാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആണ് വരുന്നെങ്കിൽ ഇന്ന തരത്തിലാണ് നമ്മൾ YP ചൂസ് ചെയ്യേണ്ടത്. അല്ല സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലാണ് ഫംഗ്ഷൻ വരുന്നെങ്കിൽ നമ്മൾ ഇന്ന തരത്തിലാണ് നമ്മുടെ എന്ത് ചെയ്യേണ്ടത് YP എന്ന് പറയുന്ന സൊല്യൂഷൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റൂൾസ് ഉണ്ട്. അതിന് ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ നമ്മളിത് ഈ തിയറി പോർഷൻ എന്ന് പറയുന്നത് പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിൽ പറയുന്നത് റൂൾസ് ഫോർ ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. അതായത് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ റൂളുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇൻ ദ എസെൻസ് ഓഫ് ദിസ് method is the choice of the form of the assumed particular solution YP of the given differential equation എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെത്തേഡിൻ്റെ എസെൻഷ്യൽ അല്ലെങ്കിൽ ഒരു കോർ പോർഷൻ എന്ന് പറയുന്നത് എവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ YPൻ്റെ ഫോം എന്ന് പറയുന്നത് ചൂസ് ചെയ്യുന്നിടത്താണ്. അതായത് YPൻ്റെ ഫോം എന്തായിരിക്കും എന്ന് പറയുന്നിടത്താണ് നമുക്കിവിടെ എന്ത് നടക്കുന്നത്, ഏറ്റവും കൂടുതലായി അവിടെ ഒരു കോറായിട്ടുള്ള കാര്യം നടക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയുക എങ്ങനെയാണ് നമ്മൾ YP എന്ന് പറയുന്നത് ചൂസ് ചെയ്യാമെന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ടേമിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ AY" പ്ലസ് BY പ്ലസ് BY' പ്ലസ് CY is equal to G(t) എന്ന് പറഞ്ഞ് ആ G(t) എന്ന് പറയുന്നത് K × e⁴ എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ എന്താണ് K e⁴ എന്ന് പറയുന്ന ഫോം? അതായത് നമുക്ക് e⁴t എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ K എന്താണ്? 1 ആണ്. ആൽഫ എന്താണ്? 1 ആണ് അല്ലേ? അതേമാതിരി തന്നെ 2e⁴2t എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ K എന്താണ്? 2 ആണ്. ആൽഫ എന്താണ്? 2 ആണ് അല്ലേ? അതേമാതിരി തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പോൾ ഇതിനെ 3e⁴2t എന്ന് എഴുതാം. അപ്പോൾ എന്താണ്? K എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. ആൽഫ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോമിൽ വരികയാണെങ്കിൽ G(t) is equal to K × e⁴t എന്ന് പറയുന്ന ഫോമിൽ വരിക. അതായത് ഡയറക്റ്റ്ലി നിങ്ങളോട് ഇങ്ങനെ വലിയ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക K e⁴t എന്ന് പറയുന്ന ഒരു ഫോമിലൊന്നും അല്ല ഉണ്ടാവുക. Kന് പ്രത്യേകിച്ച് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതുമാതിരി തന്നെ ആൽഫയ്ക്കും നമ്മൾ 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്ന ഫോമിലായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ YP എന്ന് പറയുന്നത് ചൂസ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ഫോമിലാണ്. C × e⁴t എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? YP ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ കയ്യിൽ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഉണ്ട്. നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ്. ഏത് ഫോമിൽ? AY" പ്ലസ് BY' പ്ലസ് CY is equal to 0 എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് CY is equal to 0 അല്ല, G(t) എന്ന് പറയുന്ന ഫോമിലാണ്. അവിടുത്തെ G(t) എന്ന് പറയുന്നത് K e⁴t എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ നമ്മൾ അവിടുത്തെ YP എന്ന് പറയുന്നത് ചൂസ് ചെയ്യേണ്ടത് C e⁴t എന്നാണ്. അതിനുശേഷം നമ്മൾ YP is equal to C e⁴t കണ്ടു കഴിഞ്ഞാൽ YP' കണ്ടുപിടിക്കുക, YP" കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷനിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിന് രണ്ടിനും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോൺസ്റ്റന്റ് C എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ C എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് അടുത്ത ഫോം എന്ന് പറയുന്നത് അതായത് G(t) എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണെങ്കിൽ KT⁴n എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ എന്താണ് KT⁴n എന്ന് പറയുമ്പോൾ? അതായത് T എന്ന് പറയുന്ന ഫോമിൽ അല്ലെങ്കിൽ T² എന്ന് പറയുന്ന ഫോമിൽ 3T എന്ന് പറയുന്ന ഫോമിൽ അല്ലെങ്കിൽ 3T⁴ എന്ന് പറയുന്ന ഫോമിൽ ഇങ്ങനെയൊക്കെ വരുന്ന ഫോമിനെയാണ് നമ്മൾ KT⁴n എന്ന് പറയുന്നത്. ഇവിടുത്തെ n എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് എവിടെ നമ്മൾ എന്താണ് 0, 1 to etc. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ചോയ്സ് ഓഫ് YP എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എടുക്കേണ്ടത്? Kn T⁴n plus Kn - 1 T⁴n - 1 plus etc. plus K1T plus K0 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ എന്താ എടുക്കുകയാണ്? K² ആണ് എടുത്തതെങ്കിൽ നമുക്കിവിടെ എന്താ എഴുതേണ്ടത്? അതായത് K2 ഒരു മിനിറ്റ്. ഓക്കെ. നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ഫോം എന്ന് പറയുന്നത് ഞാൻ T² എന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ T² ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു ഫോം എന്ന് പറയേണ്ടത് വരുന്നത് എങ്ങനെയായിരിക്കണം? K2 × T² പ്ലസ് K1 × T പ്ലസ് നമുക്ക് എന്ത് പറയാം? K0 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ.
അങ്ങനെ എഴുതാനാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഇനി നമ്മൾ കെ കോസ് ബീറ്റ ടി എന്ന് പറയുന്ന ഫോമുല അല്ലെങ്കിൽ കെ സൈൻ ബീറ്റ ടി എന്ന് പറയുന്ന ഫോമുല, ഇതിൽ ഏത് രണ്ട് ഫോമുല വന്നാലും, കെ കോസ് ബീറ്റ ടി എന്ന് പറയുന്ന ഫോം വന്നാലും കെ സൈൻ ബീറ്റ ടി എന്ന് പറയുന്ന ഫോം വന്നാലും നമ്മൾ എന്താ എടുക്കേണ്ടത്? വൈ പി എന്ന് പറയുന്നത് എടുക്കേണ്ടത് കെ കോസ് ബീറ്റ ടി പ്ലസ് എം സൈൻ ബീറ്റ ടി എന്ന് പറയുന്ന ഫോമുല തന്നെ നമ്മൾ എടുക്കണം. ഓക്കെ, ഏത് ഫോമുല എടുക്കേണ്ടത്? കെ കോസ് ബീറ്റ ടി പ്ലസ് എം സൈൻ ബീറ്റ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെ കോസ് ബീറ്റ ടി എന്ന് പറയുന്ന ഫോം ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അതായത് 2 സൈൻ, അതായത് 2 കോസ് 3t എന്ന് പറയുന്ന ഫോമിൽ, അല്ലെങ്കിൽ 3 സൈൻ ടി എന്ന് പറയുന്ന ഫോമിൽ, അങ്ങനെയൊക്കെ വരുന്ന ഫോം വരുമ്പോഴാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? കെ കോസ് ബീറ്റ ടി പ്ലസ് എം സൈൻ ബീറ്റ ടി എന്ന് പറയുന്നത്. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് വൈയും വൈൻ്റെ ഡെറിവേറ്റ് വൈ പിയും വൈ പിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക? കെൻ്റെയും എമ്മിൻ്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പ്രൊഡക്റ്റ് ഓഫ് ദിസ്, അതായത് നമ്മൾ പറഞ്ഞിരുന്നത് ജി ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനോ പോളിനോമിയൽ ഫംഗ്ഷനോ ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ അങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു സം ഓർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ടേംസ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം നമ്മൾ രണ്ട് ഫംഗ്ഷൻ്റെ, അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെയോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പറയുമ്പോൾ സൈനും കൊസൈൻസും മാത്രമേ പറ്റുള്ളൂ, അല്ലാത്ത ഫംഗ്ഷനൊന്നും നമ്മളിത് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് വരുന്ന സമയത്ത്, അതായത് കെ ഇൻറ്റു ഇ പവർ ആൽഫ ടി കോസ് ബീറ്റ ടി എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ കെ ഇൻറ്റു ഇ പവർ ആൽഫ ടി ഇൻറ്റു സൈൻ ബീറ്റ ടി, ഇവിടെ കോസ് ആയാലും സൈൻ ആയിക്കഴിഞ്ഞാലും നമ്മൾ വൈ പി ചൂസ് ചെയ്യേണ്ടത് എന്താണ്? ഇ പവർ ആൽഫ ടി ഇൻറ്റു കെ കോസ് ബീറ്റ ടി പ്ലസ് എം സൈൻ ബീറ്റ ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു ഫോം, ഇങ്ങനെ വരുന്ന ഫോമിനുള്ള ജി ഓഫ് ടിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇ പവർ 3t ഇൻറ്റു സൈൻ ടി. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിനാണ് ഫോം പറഞ്ഞത്. ഇതേമാതിരി തന്നെ നമുക്ക് എന്ത് പറയാം? ഇ പവർ 3t ഇൻറ്റു കോസ് ടി എന്ന് വേണമെങ്കിൽ പറയാം. കോസ് 3t എന്നോ അല്ലെങ്കിൽ കോസ് 4t എന്നോ കോസ് 5t എന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയണത് ടി പവർ എൻ ഇൻറ്റു ഇ പവർ ആൽഫ ടി എന്ന് പറയുന്നത് എന്താണ്? ടി പവർ എൻ ഇൻറ്റു ഇ പവർ ആൽഫ ടി എന്ന് പറയുന്ന ഫോമിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ സൊല്യൂഷൻ ടി പവർ എൻ ഇൻറ്റു ഇ പവർ ആൽഫ ടി എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വൈ പി എന്ന് പറയുന്നത് ഇ പവർ ആൽഫ ടി ഇൻറ്റു കെ എൻ ടി പവർ എൻ പ്ലസ് കെ എൻ മൈനസ് 1 ഇൻറ്റു ടി പവർ എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് കെ 1 ടി പ്ലസ് കെ നോട്ട് എന്നാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ 3 ഫംഗ്ഷൻ്റെ, നമ്മൾ പഠിച്ച പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെയും കൊസൈൻ ഫംഗ്ഷൻ്റെയും സൈൻ ഫംഗ്ഷൻ്റെയും ഒക്കെ ടേം പ്രൊഡക്ട്സ് വരുന്ന സമയത്ത്, അതായത് കെ ടി പവർ എൻ ഇ പവർ ആൽഫ ടി കോസ് ബീറ്റ ടി എന്ന് പറയുന്നതും കെ ടി പവർ എൻ ഇ പവർ ആൽഫ ടി സൈൻ ബീറ്റ ടി എന്ന് പറയുന്ന ഫോമിലും വരുന്ന ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെയാണ് വൈ പി എടുക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്: ഇ പവർ ആൽഫ ടി ഇൻറ്റു കോസ് ബീറ്റ ടി ഇൻറ്റു കെ 1 ടി റേസ് ടു എൻ പ്ലസ് കെ എൻ മൈനസ് 1 ടി പവർ എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് കെ 1 ടി പ്ലസ് കെ നോട്ട് എന്ന് പ്ലസ് ഇ പവർ ആൽഫ ടി സൈൻ ബീറ്റ ടി ഇൻറ്റു ഈ ഒരു ടേം മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ജി ഓഫ് ടി ഈ ഒരു ഫോമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈ പി ഇന്ന ഫോമിലാണ് എടുക്കേണ്ടത് എന്നുള്ള ധാരണ എല്ലാവർക്കും വേണം. അപ്പം നമ്മൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഈ ഒരു ടേബിൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. എന്താണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്? നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് ബേസിക് റൂൾസ് കൂടി പറയുകയാണ്. നമുക്കത് ശരിക്കും പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഈ റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എന്നിരുന്നാൽ കൂടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് സോൾവ് ചെയ്ത് അതിൻ്റെ വൈ പി എന്ന് പറയുന്ന പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള റൂൾസ് ആണ് താഴെ പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസിക് റൂൾ എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, ഇഫ് ജി ഓഫ് ടി ഇൻ 1 is one of the function in the column 1 of the table given below, choose for yp as a linear combination of undetermined coefficient of g of t and its linearly independent derivatives and determine the coefficient by substitution. ഒന്നുമില്ല, നമ്മൾ ഇവിടെ അതായത് ഈ ഒരു ടേബിളിൽ ബേസിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഇവിടെയുള്ള ഈ ഒരു ജി ഓഫ് ടി നമ്മൾ എടുക്കും. ഇത് തന്നിരിക്കുന്ന ഇക്വേഷനിലെ ജി ഓഫ് ടി എന്ന്
പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഫോം ആയിരുന്നു എങ്കിൽ നമ്മൾ YP എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ ചൂസ് ചെയ്യുന്നു. അങ്ങനെ YP എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ ചൂസ് ചെയ്തിട്ട് YP ഡാഷും YP ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരിക്കുമല്ലോ, എന്ത് AY ഡബിൾ ഡാഷ് പ്ലസ് BY ഡാഷ് പ്ലസ് CY ഈസ് ഈക്വൽ ടു G(t) എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ ഈ ഭാഗത്ത് ഇവിടെ ഈ വൈക്ക് പകരം YP ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ G(t)നോട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേ ടേംസ്, അതായത് ഒരേ ടേംസ് വരുന്നത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ഈ കോൺസ്റ്റൻസ് Kനെയും Mനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ റൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു കൺഫ്യൂഷൻ വരണ്ട, നമ്മൾ അതിൽ നിന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂള് പറയുന്നതിനെയാണ് നമ്മളെ മോഡിഫിക്കേഷൻ റൂള്. അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. മോഡിഫിക്കേഷൻ റൂൾ: ഇഫ് എ ടേംസ് ഇൻ യുവർ ചോയ്സ് ഓഫ് YP, okay, if a term in your choice of YP happen to be a solution of the homogeneous equation corresponding to 1, then multiply that term your choice of YP by t or t square according as it the solution corresponding to non-repeating root or to a double root of the characteristic equation of the corresponding homogeneous equation. അപ്പോൾ ഇവിടെ എന്താ പറയണത്, നമ്മൾ ഈ YP എന്ന് പറയുന്നത് ചൂസ്, അതായത് നമ്മളിപ്പോൾ YP ചൂസ് ചെയ്തു. ഇഫ് എ ടേം ഇൻ യുവർ ചോയ്സ് ഓഫ് YP എന്ന് പറയുന്നത്, അതായത് നമ്മൾ YP ചൂസ് ചെയ്തു. അപ്പോൾ ആ YPയിലെ ഒരു ടേം YP നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ ആ YPയിലെ ഏതെങ്കിലും ഒരു ടേം, അതിന് മുന്നേ എങ്ങനെ പറയാം, നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ്, അതായത് AY ഡബിൾ, നമ്മൾ AY ഡബിൾ ഡാഷ് പ്ലസ് BY ഡാഷ് പ്ലസ് CY ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ നമ്മൾ ഹോമോജീനിയസ് പാർട്ട് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ ആ സോൾവ് ചെയ്ത സൊല്യൂഷൻസിൽ ഈ YPയിലെ ഏതെങ്കിലും ഒരു ടേം ഉണ്ട് എന്ന് വിചാരിച്ചോ. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ Y1ഉം Y2 ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്ത YPയിലെ ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുന്നത് അതിലുണ്ടെങ്കിൽ, അതായത് ആ സൊല്യൂഷൻ Y1ഉം Y2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചോയ്സ് ഓഫ് YPനെ t കൊണ്ടോ അല്ലെങ്കിൽ t സ്ക്വയർ കൊണ്ടോ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യണം, കറസ്പോണ്ടിങ് ടു നോൺ റിപ്പീറ്റിംഗ് റൂട്ട്സ് ഓർ to a double root of the characteristic equation corresponding to the homogeneous equation എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചോയ്സ് ഓഫ് YPനെ t കൊണ്ടോ അല്ലെങ്കിൽ t സ്ക്വയർ കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ആയിരിക്കണം, ആ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷന് എന്തുണ്ടാവാൻ പാടില്ല, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള റൂട്ടോ അല്ലെങ്കിൽ ഡബിൾ റൂട്ടോ ഒന്നും ഉണ്ടാവാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, YPന്റെ ചോയ്സിനെ t കൊണ്ടോ t സ്ക്വയർ കൊണ്ടോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, ആദ്യം നമ്മൾ ആ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമല്ലോ, അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ YP ചൂസ് ചെയ്യും. അപ്പോൾ ആ YP ചൂസ് ചെയ്യുന്ന സമയത്ത് YP നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് നോക്കുക, ഈ എന്താ പറയുക YPയിലെ ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുന്നത്, ഏതെങ്കിലും ടേംസ് നമ്മുടെ ഈ Y1, അതായത് ഹോമോജീനിയസ് പാർട്ട് സോൾവ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ സൊല്യൂഷൻസ് ഉണ്ടല്ലോ, ആ സൊല്യൂഷൻസിനോട് ഏതെങ്കിലും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, YPനെ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് t സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അത് എപ്പോഴൊക്കെയാണ് അങ്ങനെ t കൊണ്ടാണോ t സ്ക്വയർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ YP ചൂസ് ചെയ്യണം. അപ്പോൾ YPയിലെ ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുന്നത് ആ സൊല്യൂഷനോട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്നല്ലെങ്കിൽ ആ YPനെ t കൊണ്ടോ അല്ലെങ്കിൽ t സ്ക്വയർ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി സം റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇഫ് G(t) ഈസ് ദ സം ഓഫ് ഫങ്ഷൻസ് ഓഫ് സെവറൽ ലൈൻസ്. ഓക്കെ, അതായത് G(t) എന്ന് പറയുന്നത് ഈ നമ്മുടെ ആ ടേബിളിലുള്ള ഫംഗ്ഷൻസിൻ്റെ ഏതിൻ്റെങ്കിലൊക്കെ ഒരു സം ആയിട്ടുള്ള ഫോർമുല വരണമെങ്കിൽ നമ്മൾ YP എന്ന് പറയുന്നത് ചൂസ് ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള YPs തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, എന്താ പറയണത്, അതായത് നമ്മുടെ G(t) എന്ന് പറയണത് ഈ ഒരു ഫംഗ്ഷൻ്റെയും ഈ ഒരു ഫംഗ്ഷൻ്റെയും സം ആയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് വെച്ചു. അതായത് k(e⁴ പ്ലസ് k(t⁴n) എന്ന് പറയുന്ന ഫോർമുല ആണ് ഉള്ളതെങ്കിൽ നമ്മൾ YP എന്ന് പറയുന്നത് ചൂസ് ചെയ്യേണ്ടത് എന്താണ്,
ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വൈ പി പ്ലസ് ദിസ് വൈ പി എന്ന് പറയുന്നതായിട്ട് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ വൈ പി എടുക്കേണ്ടത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോൾ നോക്കിക്കേ, അടുത്ത ഒരു ഫോം ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. അതായത് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു കെ ഇ പവർ ആൽഫ ടി പ്ലസ് കെ സൈൻ ബീറ്റ ടി എന്നാണ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ വൈ പി എടുക്കുന്ന സമയത്ത് എങ്ങനെ വൈ പി ചൂസ് ചെയ്യണം? സി ഇ പവർ ആൽഫ ടി പ്ലസ് കെ കോസ് ബീറ്റ ടി പ്ലസ് എം സൈൻ ബീറ്റ ടി എന്ന് നമ്മൾ എടുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത സം റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റിമാർക്ക് പറയേണ്ടത് ഇഫ് ജി ഓഫ് ടി ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് എനി ടു ഫംഗ്ഷൻസ് ഓഫ് ദ ടൈപ്പ് ഇ പവർ ആൽഫ ടി ഓർ ടി പവർ എൻ സൈൻ ബീറ്റ എക്സ് ഓർ കോസ് ബീറ്റ എക്സ് ടു ഗെറ്റ് ദ ജനറൽ ഫോം ഓഫ് വൈ പി ടേക്ക് ദ വേരിയബിൾ പാർട്ട് ഈച്ച് ടേം ഇൻ ജി ഓഫ് ടി together with the variable parts of any terms that may be obtained by differentiating g of t repeatedly, multiply each term by an arbitrary constant, then take the sum of all these terms as a general form of yp എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇതിലുള്ള ഏതെങ്കിലും ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ വൈ പി എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി ഓഫ് ടിയിലെ വേരിയബിൾ പാർട്സ് ഒക്കെ എടുത്ത് വയ്ക്കാം. അതായത് വേരിയബിൾ പാർട്സ് ഉണ്ടായിരിക്കും, അതായത് എക്സിൻ്റെയോ അല്ലെങ്കിൽ ടീൻ്റെയൊക്കെ ടേംസ് ഉള്ള വേരിയബിൾ പാർട്സ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ജി ഓഫ് ടീനെ റിപ്പീറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന വേരിയബിൾ പാർട്സ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആ വേരിയബിൾ പാർട്സിനൊക്കെ എന്ത് ചെയ്യാണ്? എടുത്ത് വെച്ചിട്ട് അതിനൊക്കെ ആ വേരിയബിൾ പാർട്സിനെ ആദ്യം നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ കെ വൺ ഇൻറ്റു ആദ്യത്തെ വേരിയബിൾ പാർട്ട് പ്ലസ് കെ ടു ഇൻറ്റു രണ്ടാമത്തെ വേരിയബിൾ പാർട്ട് അങ്ങനെ എഴുതി പോകണം എന്ന്. മനസ്സിലായോ? ഒന്നുമില്ല, നമ്മുടെ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇ പവർ ആൽഫ ടി ഇൻറ്റു ടി പവർ എൻ എന്ന് പറയുന്ന ഫോം ആയിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ജി ഓഫ് ടിയിലുള്ള വേരിയബിൾ പാർട്സ് ആദ്യം എടുത്തു എഴുതുക. പിന്നെ എന്ത് ചെയ്യാണ്? ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യാം. ഇപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ കുറച്ച് വേരിയബിൾ പാർട്സ് ഉണ്ടാവും. അപ്പോൾ ആ വേരിയബിൾ പാർട്സ് ഒക്കെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. എന്നിട്ട് നമ്മൾ അതിനെ എന്താ പറയുക ഓരോ കോൺസ്റ്റന്റ് കെ വൺ കെ ടു എന്ന് പറയുന്ന ഓരോ കോൺസ്റ്റന്റ് കൊണ്ട് ഓരോ വേരിയബിൾസിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്ത് എഴുതുക. അങ്ങനെയാണ് നമ്മൾ വൈ പി എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതിവിടെ ദാവല്ലേ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കും. റിമാർക്ക് 2 ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആയി പോവുകയുള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി ഒരു പ്രോബ്ലം കൂടി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങ് പറഞ്ഞ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം പറയുന്നത് ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 6 ഇ പവർ ടി എന്ന് പറയുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് നോൺ ഹോമോ ഈ ഇക്വേഷൻ. നമ്മുടെ ആദ്യം നമ്മൾ എപ്പോഴും ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ആണോ എന്നുള്ള തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. തന്ന ഇക്വേഷൻ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കി നമ്മൾ ഇപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. വൈയും വൈൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യണുള്ളൂ? അതിൻ്റെയൊക്കെ പവർ 1 ആണ്. അതുകൊണ്ട് ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ് എന്ന് മനസ്സിലാക്കി. പിന്നെ ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ, അതായത് 6 ഇ പവർ ടി ആണ്. ഇപ്പോൾ ഈക്വൽ ടു 0 അല്ലാത്തത് കൊണ്ട് ഇത് എന്താണ്? നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. പിന്നെ ഈ വൈൻ്റെയും വൈ ഡബിൾ ഡാഷിൻ്റെ ഒക്കെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് പാർട്ട് എടുക്കുക. കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്തായിരിക്കും? വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ ഇക്വേഷൻസ് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. എന്ത് ചെയ്യുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക, അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എഴുതി നമ്മൾ എന്ത് ചെയ്യാണ്? എമ്മിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഈക്വൽ റൂട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ അറിയാം, അല്ല ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ അറിയാം, അതുമാതിരി തന്നെ കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ അറിയാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എന്തെടുക്കുകയാണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? എം സ്ക്വയർ മൈനസ് എം മൈനസ് 2 ഇസ് ഇക്വൽ ടു 0 എന്നായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക? സോൾവ് ചെയ്തെടുക്കുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബി സ്ക്വയർ മൈനസ് 4ac വെച്ചിട്ട് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സമം പ്രൊഡക്റ്റും കിട്ടുന്ന ആ ഒരു ഫോം എടുക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുക ഏതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് നോക്കുക. ഇപ്പോൾ -1ഉം 2ഉം അതേമാതിരി തന്നെ +1ഉം
ഓക്കെ, നമ്മൾ അതായത് -2 കിട്ടുന്ന പോസിബിൾ പെയേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. -1ഉം 2 എന്ന് പറയുന്നതും അതേമാതിരി തന്നെ നമുക്ക് വേറെ പെയർ എന്ന് പറയുന്നത് 1ഉം -2 എന്ന് പറയുന്ന 2 പെയറാണ് നമ്മുടെ കയ്യിൽ. ഇതിൽ ഏത് രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -1 കിട്ടുക നോക്കാം. ഇപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് +1 കിട്ടുക. സോ ആ പോസിബിലിറ്റി പറ്റില്ല. സോ m1 -2 ആയിരിക്കും. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? m+1 ഇൻറ്റു m-2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് either m+1 is equal to 0 or m-2 is equal to 0. m+1 is equal to 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് m is equal to -1 എന്നും അതേമാതിരി m-2 is equal to 0 എന്നുള്ളതിൽ നിന്ന് നമുക്ക് m is equal to 2 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമ്മുടെ രണ്ട് റൂട്ട് നമുക്ക് ഏതൊക്കെ കിട്ടി? m1 is equal to -1 എന്ന് പറയുന്നതും m2 is equal to -2 എന്ന് പറയുന്നതും കിട്ടി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ് അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആണെങ്കിൽ എന്താ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് ആലോചിച്ച് നോക്കിക്കേ. y is equal to നമുക്ക് എന്താ പറയാൻ പറ്റുക? c(m1t + c(m2t) എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ y എന്ന് എഴുതി പോകരുത്. നമ്മുടെ എന്താണ്? നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ കണ്ടുപിടിച്ച് അതിൻ്റെ സൊല്യൂഷൻ എഴുതാണ്. സോ ആ സൊല്യൂഷൻ നമ്മൾ എന്താ പറയാറ്? കോംപ്ലിമെന്ററി സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ കോംപ്ലിമെന്ററി സൊല്യൂഷനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്? yc(t) എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. സോ നമ്മൾ ഇത് എന്ത് ചെയ്താണ്? yc(t) എന്ന് നമ്മൾ എന്ത് ചെയ്തു? എഴുതി. അപ്പോൾ ഈ yc(t) = നമുക്ക് എന്ത് പറയാൻ പറ്റും? c1e⁻t + c2e⁻2t എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മുടെ സൊല്യൂഷൻ നമുക്കറിയാം y = c1e⁻m1t + c2e⁻m2t എന്നാണ്. ഇവിടെ m1 എന്ന് പറയുന്നത് -1ഉം m2 എന്ന് പറയുന്നത് 2 ആയിരുന്നു. സോ നമ്മൾ അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ yc(t) = c1e⁻t + c2e⁻2t എന്ന് കിട്ടി. ഓക്കെ, അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? yc(t) എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? അവിടെ എഴുതി നിർത്തി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ g(t) എന്താണെന്ന് എടുത്ത് എഴുതുക. എന്തായിരുന്നു g(t) എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ നോക്കിക്കേ. g(t) എന്ന് പറയുന്നത് എന്തായിരുന്നു? 6e⁻t എന്നായിരുന്നു അല്ലേ? അപ്പോൾ g(t) = നമ്മൾ എന്ത് ചെയ്യാണ്? 6e⁻t എന്ന് എടുത്തു. ഇനി നമുക്ക് 6e⁻t ആണ് g(t) എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ yp നമ്മൾ അസ്യൂം ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ yp അസ്യൂം ചെയ്യുക? ypന്റെ ഫോം നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? 6e⁻t എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ke⁻t എന്ന് പറയുന്ന ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ yp എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മൾ ഏത് ഫോമിൽ എടുക്കണം എന്നായിരുന്നു നമ്മളിവിടെ ടേബിൾ പറഞ്ഞത്? ce⁻t. സോ കണ്ടില്ലേ? ഇപ്പം അതേമാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് 6e⁻t എടുത്തപ്പോഴാണ് നമ്മൾ എന്ത് എടുക്കണത്? yp എന്ന് പറയുന്നത് ce⁻t എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യാണ്. സോ അതിനാണ് ഈ ടേബിളിലുള്ള വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ എന്ത് കിട്ടി? yp നമ്മൾ ചൂസ് ചെയ്തു അല്ലേ? yp എന്ന് പറയുന്നത് എന്താ? നമുക്ക് എടുത്ത് ce⁻t എന്ന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? yp' കണ്ടുപിടിക്കണം. yp' എന്ന് പറഞ്ഞാൽ എന്തെന്നെ വരിക? ce⁻t എന്ന് തന്നെ വരും. yp" എന്ന് പറഞ്ഞാൽ എന്ത് വരിക? ce⁻t എന്ന് വരും. അത് എന്തുകൊണ്ടാണ് വന്നത്? അതായത് ypനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ c കോൺസ്റ്റന്റ് ആണ്. സോ c അങ്ങനെ എടുത്തി. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ അത് ce⁻t വീണ്ടും അതിന് ചെയ്താലും നമുക്ക് എന്തിനു വരുള്ളൂ? ce⁻t എന്നേ കിട്ടുള്ളൂ അല്ലേ? ഇനി നമ്മളിത് എന്ത് ചെയ്യണം? നമ്മുടെ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷനിൽ yp എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസിൽ yp എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ yക്ക് പകരം നമ്മൾ yp എന്ന് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഇക്വേഷൻ എഴുതുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? yp" - yp' - 2yp = 6e⁻t എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ഓൾറെഡി yp" കണ്ടുപിടിച്ചിട്ടുണ്ട്, yp കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് yp നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാതും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനിൽ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ce⁻t yp' എന്ന് പറയുന്നത് ce⁻t മൈനസ് yp' എന്ന് പറയുമ്പോൾ ce⁻t മൈനസ് 2yp എന്ന് പറയുമ്പോൾ എന്താ പറയുക? -2ce⁻t എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ce⁻tയും -ce⁻tയും പ്ലസ് ce⁻t കൂടിയും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ -2ce⁻t = 6e⁻t എന്ന് പറയുന്നതാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇനി നമ്മളിത് എന്ത് കിട്ടുക? -2ce⁻t = 6e⁻t എന്ന് പറയുന്നത്. സോ നമുക്ക് ബോത്ത് സൈഡ്സിൽ e⁻t ഉണ്ട്. സോ e⁻t എന്ന് പറയുന്നതും e⁻t എന്ന് പറയുന്നതും ക്യാൻസൽ ചെയ്ത് പോയി. അതേമാതിരി തന്നെ അപ്പോൾ c = നമുക്ക് എന്ത് എഴുതാൻ പറ്റും? c = 6/-2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ 6/-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? c = -3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ
കോൺസ്റ്റന്റ് സി ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. ഇനി നമ്മൾ സി ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വൈ പി ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തായിരുന്നത്, സി ഇ പവർ ടി എന്നായിരുന്നു എടുത്തായിരുന്നത്. അവിടെ ഈ സിന്റെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ എന്ത് വരും, വൈ പി ഈസ് ഈക്വൽ ടു -3 ഇ പവർ ടി എന്ന് കിട്ടും. എന്താ കിട്ടി നമുക്ക്, വൈ പി ഈസ് ഈക്വൽ ടു -3 ഇ പവർ ടി എന്ന് കിട്ടി. അപ്പോൾ വൈ പി ഈസ് ഈക്വൽ ടു -3 ഇ പവർ ടി എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വൈ പിയും കിട്ടി അല്ലേ. നമുക്കിപ്പോൾ വൈ സി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, വൈ പി എന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി കറസ്പോണ്ടിങ് സൊല്യൂഷൻ ഓഫ് ദ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക, വൈ പി പ്ലസ് വൈ സി പ്ലസ് വൈ പി എന്ന് എഴുതാം. ഓക്കെ, ഓർഡർ അങ്ങോട്ടും കൂടി തിരിഞ്ഞു എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ വൈ സി ഓൾറെഡി നമ്മൾ തൊട്ട് മുകളിൽ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്താണ് നമ്മൾ വൈ സി കണ്ടുപിടിച്ചിരുന്നത്, സി വൺ ഇ പവർ മൈനസ് ടി പ്ലസ് C2 ഇ പവർ 2t എന്ന് കണ്ടുപിടിച്ചിരുന്നു. ആൻഡ് വൈ പി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു, -3 ഇ പവർ ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്തായിരുന്നു നമ്മുടെ സൊല്യൂഷൻ, y ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 ഇ പവർ -t പ്ലസ് C2 ഇ പവർ 2t -3 ഇ പവർ ടി എന്ന് പറയും. ഇതായിരുന്നു നമ്മുടെ തന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ.